सनौ भुनक्तु सह वीर्यं करवावहे तेजस्विनावधीतमस्तु मा विद्विषावहे। ओम शांति शांति शांतिः। ओम सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। ओम नमो ब्रह्मादिभ्यो ब्रह्मविद्यां संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्तो ब्रह्मैवाहमस्मि। हरिः ओम्। ओम पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शांति शांति शांतिः। श्री गुरुभ्यो नमः। हरिः ओम्। എല്ലാ സാധകർക്കും പ്രണാമം. ഹരിയോ ഓം നമോ നാരായണ. അത ശുക്ലയജുർവേദീയ കാണ്വശഃ ബൃഹദാരണ്യക ഉപനിഷത്ത് പ്രഥമകാണ്ഡം മധുകാണ്ഡം പ്രഥമോധ്യായം പ്രഥമ ബ്രാഹ്മണം അശ്വബ്രാഹ്മണം പ്രഥമ മന്ത്രം. ഒരുമിച്ച് പാരായണം ചെയ്യാം. എന്തേലും നാവ് പിശകിയ നേരത്തെ മുൻകൂർ ജാമ്യം എടുക്കുന്നു, ക്ഷമിക്കുക. ഒരുമിച്ച് ചൊല്ലാം. ഓം ഉഷാവാ അശ്വസ്യ മേദ്യസ്യ ശിരഃ സൂര്യാചക്ഷുർവാതഃ പ്രാണോ വ്യാത്തമഗ്നിർവൈശ്വാനരഃ സംവത്സര ആത്മാ അശ്വസ്യ മേദ്യസ്യ ദ്യൗഃ പൃഷ്ഠം അന്തരീക്ഷമുദരം പൃഥിവീപാജസ്യം ദിശഃ പാർശ്വേ അവാന്തരദിശഃ പർശവാം ഋതവോऽङ्गानि മാസാച്ച അർദ്ധമാസാച്ച പർവാണ്യഹോരാത്രാണി പ്രതിഷ്ഠാ നക്ഷത്രാണ്യസ്തീനി നഭോ മാംസാനി ഉവദ്യം സികതാഃ സിന്ധവോ ഗുധാ യഗൃച്ഛ ക്ലോമാനച്ച പർവതാ ഓഷധയച്ച വനസ്പതയച്ച ലോമാനി ഉദ്ധ്യൻ പൂർവാർദ്ധോ നിമ്ലോജൻ ജഘനാർദ്ധോ യത് വിജൃംഭതേ തദ് വിദ്യോധതേ യത് വിധൂനതേ തത് സ്നനയതി യൻ മേഹതി തദ് വർഷതി വാഗോ വാസ്യ വാക്ക്. മഹാഗുരുനാഥനായ യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അദ്ദേഹത്തിൻ്റെ ഗുരുകുലത്തിലെ അന്തേവാസികളാണ് നാം എല്ലാവരും. നമ്മളോട് പ്രഥമ ബ്രാഹ്മണം അശ്വബ്രാഹ്മണത്തിലൂടെ ഉദാഹരണത്തിലൂടെ അല്ലെങ്കിൽ ദൃഷ്ടാന്തത്തിലൂടെ യാജ്ഞവൽക്യ മഹർഷി ഉപാസന നിർദ്ദേശിക്കുകയാണ്. നമ്മുടെ തലത്തിലേക്ക് അദ്ദേഹം ഇറങ്ങി വരികയാണ്. അപ്പോൾ ആ കൃതാർത്ഥതയോടുകൂടി വേണം ഈ ബ്രാഹ്മണത്തെ അല്ലെങ്കിൽ ഈ ഉപാസനയെ നമ്മൾ സമീപിക്കുകയാണ്. അല്ലാണ്ട് എന്തിനാണ് ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ഉപാസന എന്നുള്ള ഭാവമല്ല നമുക്ക് വേണ്ടത്. ഇവിടെ ഏറ്റവും ഉദാഹരണ സഹിതം നമ്മൾക്ക് മനസ്സിലാകുവാനും അതുപോലെ
ഏതൊരു ജീവാത്മാവിനെ കാണുമ്പോഴും അതിലെല്ലാം അതിൻ്റെ ഓരോ അംഗങ്ങൾ കാണുമ്പോഴും അതിൻ്റെ എല്ലാ അംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവയിൽ ചൈതന്യ രൂപത്തിൽ ഭഗവാൻ വ്യാപിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ ബുദ്ധിയെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഉദാഹരണം പറയുന്നത്. അല്ലാണ്ട് അശ്വത്തിനെ കൊണ്ട് പിടിച്ചുകൊണ്ട് വരിക, അതിനെ കെട്ടുക, അതിനെ അങ്ങനെയല്ല. ഓരോ ഇന്ദ്രിയങ്ങളുടെയും മഹത്വം അതാണ്. ആ മഹത്വ ബുദ്ധി നാമാകുന്ന സാധകർക്ക് പകർന്നു തരികയാണ് ഇത്രയും വലിയ ഒരു ദൃഷ്ടാന്തത്തിലൂടെ. നമ്മൾ പലതും കണ്ടു. ഓരോ ഇന്ദ്രിയങ്ങളും അതിൻ്റെ അടിസ്ഥാന ദേവത ഉള്ളത് കൊണ്ടാണ് അവ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അവയെ ഓർമ്മ വേണം, അല്ലേ? ശിരഹ, ചക്ഷുഹു, പ്രാണഹ, വ്യാപ്തം ഇത്യാദികൾ കണ്ടു. എല്ലാവരും ഇന്നെങ്കിലും എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. ആരൊക്കെയോ പറഞ്ഞു ക്ലിയർ അല്ലെന്ന്. അതുകൊണ്ട് എഴുതാൻ സാധിക്കാത്തവർ ഞാൻ പറയുന്ന സമയത്ത് എഴുതുക. ക്ലിയർ അല്ലാത്ത ഭാഗം പറയുന്ന സമയത്ത് എഴുതുക. ഇന്നലെ പറഞ്ഞതൊന്നും ആവർത്തിക്കുന്നില്ല. 18 ലക്ഷണങ്ങൾ അശ്വത്തിനോട് ഉപമിച്ചുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തന്നു, അല്ലേ? അവിടെ വരെ നമ്മൾ കണ്ടിരുന്നു. 18ാമത്തെ എന്തായിരുന്നു? അശ്വസ്യ ഗുദാഹ, അശ്വത്തിൻ്റെ നാഡികൾ. അതിനെ നദികളോട് ഉപമിച്ചു. അതായത് നദികളോട് എന്തിനാണ് ഉപമിച്ചത്? പല ജീവാത്മാക്കളും പലയിടത്തു നിന്നും ഉത്ഭവിച്ചെങ്കിലും അവസാനം നദി എങ്ങനെയാണോ സമുദ്രത്തെ പ്രാപിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യവും ഈശ്വരനെ പ്രാപിക്കലാണ്. സമുദ്രം എന്നതുകൊണ്ട് ഇവിടെ ഭഗവാൻ അല്ലെ പരമാത്മ ഈശ്വരൻ അതിനെയാണ് ഉദാഹരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ഇനി അടുത്തതിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഓക്കെയാണ്, അല്ലേ? നമ്മൾ വളരെ സ്ലോയിലാണ് പോകുന്നത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. നമ്മൾ ഈ ഒരു സ്പീഡിലേ പോവുള്ളൂ. ഇത് എന്ന് തീരുമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. തീർന്നാൽ യാജ്ഞവൽക്യ മഹർഷിയുടെ അനുഗ്രഹം മാത്രം. അല്ലാണ്ട് അത്ര സ്പീഡിൽ പോവില്ല നമ്മൾ എല്ലാവരും. പിന്നെ ഇന്നലെ ആരൊക്കെയോ ചോദിച്ചു മന്ത്രം എഴുതുന്നത് നല്ലതാണ്, ഞാൻ നിർബന്ധിക്കില്ല. പക്ഷെ എന്തായാലും എല്ലാവരുടെയും വീട്ടിലും ബുക്കും പേനയൊക്കെ ഉണ്ട്. അതുകൊണ്ട് എഴുതി വെക്കുന്നത് ഒരു സാധനയായിട്ട് കണ്ടുകൊണ്ട് എഴുതാൻ സാധിക്കുന്നവർ എഴുതുക. മന്ത്രം മാത്രം ഒരു ബുക്കിൽ. 19ാമത്തെ ലക്ഷണത്തിലേക്ക് പോകാം. അശ്വസ്യ യകൃച്ഛ ക്ലോമാനച്ച. അശ്വത്തിൻ്റെ യകൃച്ഛ എന്ന് വെച്ചാൽ ആൻഡ്, അതായത് കൂടി. യകൃച്ഛ എന്ന് വെച്ചാൽ കരളും, ക്ലോമാനച്ച എന്ന് വെച്ചാൽ ശ്വാസനാളവും. അത് രണ്ടിൻ്റെയും കൂടെ ഒരുമിച്ച് പറയുകയാണ്. കാരണം ഓരോ അംഗങ്ങളായിട്ട് പറയുമ്പോൾ തീരില്ല, അല്ലേ? അതുകൊണ്ട് നമ്മൾ നേരത്തെ അത് കണ്ടിരുന്നു. പറയാൻ അദ്ദേഹം സാധിക്കാത്തതെല്ലാം അങ്കാനി എന്ന് പറഞ്ഞു, അല്ലെ? ചെവി പറഞ്ഞിട്ടില്ല, മൂക്ക് പറഞ്ഞിട്ടില്ല, ഇത്യാദികൾ പറയാത്ത ആ ഇന്ദ്രിയങ്ങളെല്ലാം കൂടെ ചേർത്ത് വിട്ടുപോയവ അങ്കാനി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇനി അദ്ദേഹം ഓരോ അവയവങ്ങളായിട്ട് പറയുന്നില്ല, കൂട്ടിച്ചേർത്ത് പറയുകയാണ്. അതുകൊണ്ട് ഇനി നമുക്ക് അങ്ങനെയുള്ളത് കാണാം. അശ്വസ്യ യകൃച്ഛ ക്ലോമാനച്ച. അശ്വത്തിൻ്റെ കരളിനെയും ശ്വാസനാളത്തെയും എന്തിനോടാണ് അപ്പം നമ്മുടെ മനസ്സിൽ ആ ഭാവന ഉണ്ടായിരിക്കണം. ഞാൻ യാജ്ഞവൽക്യ മഹർഷിയുടെ ഗുരുകുലത്തിലാണ് ഇരിക്കുന്നത്. അദ്ദേഹം എന്താണ് ഗുരുകുലത്തിൻ്റെ ഉമ്മറത്ത് കൊണ്ട് അശ്വത്തിനെ കെട്ടിയിട്ട് ആ ഭാവന എപ്പോഴും ഉണ്ട്. കാരണം എന്തിനു വേണ്ടി ഭാവന ചെയ്യണം? ദൃഷ്ടാന്തം തന്നിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. നമ്മൾക്ക് മറക്കൂല. ആ അശ്വത്തിനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വേണം, അല്ലെ? ഏതെങ്കിലും അശ്വവുമായിട്ട് എനിക്ക് മാനസികമായ താതാത്മ്യമില്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ജീവാത്മാവുമായിട്ട് അതിൻ്റെ ഇവയ്ക്കെല്ലാം ഇതുണ്ട്. ഈ ഇന്ദ്രിയങ്ങളും അവയവങ്ങളും എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? പർവ്വതാഹ, പർവ്വതത്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പം അതായത് പർവ്വതങ്ങളെ കാണുമ്പോഴും ഭഗവാന്റെ വൈഭവമാണ് ഈ പർവ്വത രൂപത്തിൽ, അല്ലെ? ഭഗവാൻ തന്നെയാണ് ഈ പർവ്വത രൂപത്തിൽ ജഗത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്. അതായത് ഓരോന്ന് കാണും, പ്രകൃതിയിലേക്ക് നിരീക്ഷിക്കൂ എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സമുദ്രങ്ങളായിക്കോട്ടെ, നദികളായിക്കോട്ടെ, മണൽത്തരികളായിക്കോട്ടെ, പർവ്വതങ്ങളായിക്കോട്ടെ, ഇതൊക്കെ നിത്യവും നമ്മൾക്ക് ഒരു മുടക്കും ഇല്ലാണ്ട് പ്രകൃതിയിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവയൊക്കെ കാണുമ്പോൾ ഭഗവത് ചിന്തനം ഉണ്ടാവണം. അതിനു വേണ്ടിയാണ് ഈ ഉദാഹരണങ്ങൾ പറയുന്നത്, അല്ലേ? 20ാമത്തെ ലക്ഷണം എന്താണ്? അശ്വസ്യ ലോമാനി. അശ്വത്തിൻ്റെ ലോമം എന്ന് വെച്ചാൽ
രോമങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയെന്ന് വെച്ചാൽ ഇത് പഠിച്ചത് മുണ്ടകോപനിഷത്തിൽ. യഥോർണനാഭിസൃജതേ ഗൃണ്ണതേ ച യഥാ പൃഥിവ്യാ ഓഷധയ സംഭവന്തി യഥാ തത് പുരുഷകേശലോമാനി തഥാക്ഷരാ സംഭവതീക വിശ്വം എന്നൊരു മന്ത്രം പഠിച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഓർമ്മ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. മന്ത്രത്തിൻ്റെ നമ്പരൊക്കെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാം അല്ലേ. അതേ മുണ്ടകോപനിഷത്താണ് എന്തായാലും. അശ്വസ്യ ലോമാനി അല്ലെ. ഇനി നമ്മൾ മുക്തികോപനിഷത്ത് പറഞ്ഞപ്പോഴും പറഞ്ഞിരുന്നു, ഇനിയുള്ള നമ്മുടെ പഠനം ശ്രവണമല്ല മനനമാണ്. അതുകൊണ്ട് ഒരുപാട് റെഫറൻസ് വരും. അപ്പം അതുകൊണ്ട് നിങ്ങൾ മുക്തികോപനിഷത്ത് പഠിച്ച പോലെ തന്നെ പ്രിപ്പയർ ആയിരിക്കണം. നിങ്ങൾ കണ്ടുപിടിക്കണം എവിടെയാണെന്നൊക്കെ. അപ്പോൾ അശ്വസ്യ ലോമാനി, അശ്വത്തിൻ്റെ രോമങ്ങൾ അല്ലെ, ആ കുതിരയുടെ രോമങ്ങൾ കാണുമ്പോൾ എന്തായിരിക്കണം? ഓഷധയച്ച വനസ്പതയച്ച അല്ല, ഇത് തന്നെയാണ് യഥോർണനാഭിസൃജതേ ഗൃണ്ണതേ ച യഥാ പൃഥിവ്യ ഓഷധയ സംഭവം. അതേ കാര്യം തന്നെ യാജ്ഞവൽക്യ മഹർഷി മുണ്ടകോപനിഷത്ത് അഥർവണവേദം അത് തന്നെ ഇവിടെ ശുക്ലയജുർവേദത്തിലും പറയുന്നു. ഓഷധയച്ച വനസ്പതയച്ച, ഓഷധികൾ അതായത് ചെടികളും, വനസ്പതി എന്ന് വെച്ചാൽ വൃക്ഷങ്ങൾ, അതായത് ചെടികളും വൃക്ഷങ്ങൾ. അത് ഒരു പുൽക്കൊടി പോലും നിസാരമല്ല എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അല്ലെ. ഓരോ രോമം, നമുക്കൊന്നും ഇതിനൊരു പ്രാധാന്യമില്ല. നമ്മുടെ ശരീരത്തെ ഓരോ രോമവും ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത് അതിന് അതിൻ്റെതായ ധർമ്മമുണ്ട്. അതുപോലെ മറ്റ് ജീവാത്മാക്കളെ. അപ്പം അവ കാണുമ്പോൾ എന്തായിരിക്കണം? നമ്മുടെ ശരീരത്തെ രോമങ്ങൾ എണ്ണി തീർക്കാൻ നമുക്ക് സാധിക്കില്ല അല്ലേ. അതുപോലെ ഇതിൻ്റെയും അശ്വത്തിൻ്റെയും. അപ്പം അതുപോലെയാണ് ഭഗവാന്റെ സൃഷ്ടിയിലുള്ള ചെടികളും മരങ്ങളും അനേകം തരത്തിൽ അല്ലേ. ഒരു നാടിന് അതിൻ്റേതായ ഭൂപ്രകൃതിക്കനുസരിച്ച് അവിടെയുള്ള ചെടികളും മരങ്ങളും, മറ്റൊരു നാടിന് അതിൻ്റേതായ ഭൂപ്രകൃതി. നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പോൾ കേരളത്തിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് സ്വാമിമാർ, പണ്ടുണ്ടായ കഥയാണ്. അപ്പോൾ സ്വാമിമാർ പറഞ്ഞു അവർ നേന്ത്രപ്പഴം കഴിക്കണമെന്നില്ല. അപ്പം ഒരു സ്വാമിജിയുണ്ട്, മോക്ഷവ്രതാനന്ദ എന്ന് പറയും. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഒരു പാട്ടാന്ന് പറഞ്ഞ ഗ്രാമമുണ്ട്. അവിടെയാണ് സ്വാമിജിയുടെ കുടിയ. അവിടെയാണ് സ്വാമിജി 8-10 വർഷമായി ഇവിടെ ആയിട്ട്. സ്വാമിജിക്ക് വലിയ ആഗ്രഹം നേന്ത്രപ്പഴം. അപ്പം എന്ത് ചെയ്ത്, സ്വാമിജി ഒരിക്കൽ ഫ്ലൈറ്റിൽ വന്നപ്പോഴും ഇത് കൊണ്ടുവന്നു. സ്വാമിജി നാട്ടിൽ നിന്ന് വലിയ പാക്കറ്റ് ചെയ്ത് നേന്ത്രവാഴയുടെ വിത്ത് കൊണ്ട് 2-3 എണ്ണം കൊണ്ടുവന്ന്. പാവം ആലോചിച്ച് നോക്കണം, ഡെറാഡൂണിൽ നിന്ന് പിന്നെ ബസ് കിട്ടി ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. 8-10 മണിക്കൂർ അത് ചുവന്ന് കൊണ്ടുവന്ന് പിന്നെ അത് കഴിഞ്ഞ് നടന്നു പോകണം. സ്വാമിജി താമസിക്കുന്ന മലയുടെ മുകളിലാണ്, അവിടേക്ക് വണ്ടി പോവില്ല. അപ്പോൾ ആ വന്നിട്ട് ഇതെല്ലാം ചുവന്ന് ഇവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ട് വെച്ച്. പക്ഷെ 2-3 എണ്ണം വെച്ച് ഒന്നും വന്നില്ല. കാരണം ഈ ഭൂപ്രതിക്ക് അത് വളരില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ദിവസത്തെ കഷ്ടപ്പാടാണ്. ഉള്ളിലെ ആഗ്രഹം മനസ്സിൽ സാധിക്കുന്നില്ല. കാരണം എന്താ, ഓരോ ഇവിടുത്തെ മഞ്ഞിന് അത് വളരാൻ സാധിക്കുന്നില്ല. അത്രയും താങ്ങാൻ എന്താ അറിഞ്ഞൂടാ, എന്തുകൊണ്ടാണ് എന്ന് ശാസ്ത്രീയമായി അറിഞ്ഞൂടാ. പക്ഷെ സാധിച്ചില്ല. സ്വാമിജി എപ്പോഴും അത് പറയും. നമ്മളെ അവിടെ ചെല്ലുമ്പോഴും, ആശ്രമത്തിൽ ചെല്ലുമ്പോൾ ഓരോ കഥകൾ പറയുമ്പോൾ ഇതൊക്കെ പറയും. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓരോ ഭൂപ്രതിക്കും ഓരോ പ്രത്യേകതയാണ് അല്ല. ഇവിടെ ചക്കയും നാളികേരമൊന്നും കിട്ടില്ല. എന്താണ്, ആ ഭൂപ്രകൃതിക്ക് അണങ്ങിയതല്ല. അപ്പോൾ അതൊക്കെ ഓരോ നാടിനും, അതാണ് ഓഷധയച്ച വനസ്പതയച്ച. ഓരോ നാടിനും അതിൻ്റേതായ രീതിയിൽ ഭഗവാൻ ഓരോന്നിനെയും സൃഷ്ടിച്ചിരിക്കുന്നു. അത് നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ഈ രോമങ്ങൾ കാണുമ്പോൾ, ഈ രോമങ്ങൾ എന്തിനോട്, ഈ ഓഷധയും വനസ്പതിയോടും രോമത്തിനെ എന്തുകൊണ്ട് ഉപമിച്ചു എന്ന് വെച്ചാൽ അനേകത്തിനെ കാണിക്കാൻ, അനേകം വെറൈറ്റിയെ കാണിക്കാൻ. നമ്മൾ കഴിഞ്ഞ ദിവസം മണലിൻ്റെ കണ്ടില്ലേ, 17ാമത്തത്, അത് എന്തുകൊണ്ട് കൗണ്ട്ലെസ് കാണിക്കാനായിട്ട്, നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ഭഗവാന്റെ വൈഭവം അങ്ങനെയാണെന്ന് കാണിക്കാൻ. അതുപോലെ തന്നെ ഇവിടെയും കാണിക്കുന്ന എന്താണ്, ഇതും എണ്ണിയാലോട് നമ്മളെ കൊണ്ട് സാധിക്കില്ല. എത്രമാത്രം വെറൈറ്റിയാണ് ഈ ചെടികളും മരങ്ങളും ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് അടുത്തത് എന്താണ്, 21ാമത്തത്. അപ്പം ആ മനസ്സിൽ അതുണ്ടാകണം. അശ്വത്തിൻ്റെ ദൃഷ്ടാന്തം അല്ല, അശ്വത്തിൻ്റെ ആ
ചിത്രം ഓർമ്മയിൽ വേണം ഓരോ അംഗങ്ങളോട് ഉപമിക്കുക. 21ാമത്തെ ലക്ഷണം അശ്വസ്യ പൂർവാർദ്ധാഹ. പൂർവ അർദ്ധാഹ ശരീരത്തിൻ്റെ മുൻഭാഗത്തിന്, അതായത് വിട്ടുപോയവയൊക്കെ പറയുകയാണ് അല്ലെ. അംഗങ്ങൾ പലതും പറഞ്ഞു എങ്കിലും ആവർത്തിക്കുകയാണ് യാജ്ഞവൽക്യ മഹർഷി. അതിനെ കാണുമ്പോൾ അതായത് കുതിരയുടെ മുൻഭാഗം കാണുമ്പോൾ അല്ലെ, കുതിരയെ കാണുമ്പോൾ നമ്മൾ സാധാരണ മുൻഭാഗമാണ് അല്ലേ കാണാറ്. അപ്പോൾ അത് കാണുമ്പോഴും ഉദ്ധ്യൻ എന്ന് പറഞ്ഞാൽ സൺറൈസ്, അതാണ് പ്രഭാത സൂര്യൻ എന്നാണ് ഉദ്ധ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം. പ്രഭാത സൂര്യൻ അതായത് ഉദിച്ചു വരുന്ന സൂര്യൻ. ആ സൂര്യദേവതയെ ഓൾറെഡി സൂര്യൻ പറഞ്ഞതാണ് ലക്ഷണത്തിൽ, വീണ്ടും സൂര്യദേവതയെ പറഞ്ഞു. ഓൾറെഡി പ്രകാശൻ പറഞ്ഞതാണ് ആ ലക്ഷണം, വീണ്ടും സൂര്യദേവതയെ പറയുന്നു. എന്തിനു വേണ്ടി? അത്രയും നമ്മുടെ ജീവിതവുമായിട്ട് സൂര്യദേവത താതാത്മ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ഇല്ലെങ്കിൽ ഒന്നും ഈ പ്രകൃതിയിൽ അതിൻ്റെ താളത്തിൽ നടക്കില്ല, അതേ വ്യവസ്ഥയിൽ നടക്കില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും സൂര്യദേവതയെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? നാം പ്രാധാന്യത്തോടു കൂടി സൂര്യദേവതയെ ചിന്തിക്കുക വേണം. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ആരും ചെയ്യുന്ന കാണാറേ ഇല്ല. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കട്ടിലിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും സൂര്യദേവതയെ അല്ലെ, ഭൂമിദേവിയെ നമസ്കരിച്ച് സൂര്യദേവതയെ നമസ്കരിച്ച് അങ്ങനെയായിരുന്നു തുടങ്ങിക്കൊണ്ടിരുന്നത്. അന്നൊക്കെ ഉണ്ടായിരുന്നു, ആശ്രമങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വീടുകളിലാണെങ്കിലും ഒക്കെ. ആ പ്രാധാന്യം ഓർമ്മിപ്പിക്കുകയാണ്. ഉദ്ധ്യൻ ഉദിച്ചു വരുന്ന സൂര്യൻ, അതായത് എനിക്ക് പുതിയൊരു ദിവസവും കൂടെ എനിക്ക് കിട്ടിയിരിക്കുകയാണ്. അത് എങ്ങനെ എനിക്ക് പ്രയോജനപ്പെടുത്താം, ആ ഓർമ്മിപ്പിക്കലാണ് പൂർവാർദ്ധാഹ. പൂർവ അർദ്ധാഹ. അർദ്ധ എന്ന് വെച്ചാൽ പകുതി, പൂർവം എന്ന് വെച്ചാൽ മുൻപ്, മുൻപകുതി കാണുമ്പോൾ, അതായത് മുൻഭാഗം, ശരീരത്തിൻ്റെ മുൻഭാഗം കാണുമ്പോൾ. അടുത്ത എന്താണ്? ജഘനാർത്ഥാഹ. 22ാമത്തെ ലക്ഷണം അശ്വത്തിൻ്റെ ജഘന. ജഘനം എന്ന് വെച്ചാൽ പിൻഭാഗം, അർത്ഥാഹ എന്ന് വെച്ചാൽ പകുതി, അതായത് ബാക്കി പകുതി ഭാഗം. ജഘനാർത്ഥാഹ. അതിനെ എന്താണ് കാണിക്കുന്നത്? നിമ്ലോജൻ. നിമ്ലോജൻ എന്ന് വെച്ചാൽ സൺറൈസ് സൺസെറ്റ്, അതായത് സൂര്യൻ അസ്തമിക്കുന്നത്. നമ്മളിതൊക്കെ ടൂർ പോകുമ്പോഴേ ഇതൊക്കെ കാണുക അല്ലേ, സൺറൈസ് സൺസെറ്റ്, അല്ലെങ്കിൽ സൂര്യാസ്തമയവും ഉദയവും ഒക്കെ. അപ്പോൾ ഓരോന്നിനും അതിൻ്റെ പ്രാധാന്യം. നിമ്ലോചന, അസ്തമിക്കുന്ന സൂര്യനെ ഓർക്കുക. അതായത് ഒരു ദിവസവും കൂടെ എനിക്ക് കടന്നുപോയി, പിന്നെ അടുത്ത ദിവസത്തേക്കുള്ള തയ്യാറെടുപ്പാണ് കാണിക്കുന്നത്. അതും ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ ആ സൂര്യൻ അസ്തമിക്കുകയുള്ളൂ. അസ്തമയോ ഉദയമോ ഇല്ല, അത് വേറെ കാര്യം. പക്ഷേ ഈ ചക്രം കറങ്ങുന്നത് ഭഗവാന്റെ ആ തിരിച്ചിലാണ്, അല്ലെ ആ നിയന്താവ് പ്രകൃതിയെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് ഈ എനിക്ക് ഉദയവുമായിട്ടും അസ്തമയമായിട്ടും ദർശനമുണ്ടാകുന്നത്. അങ്ങനെ ചിന്തിക്കുക. ഓരോന്നിനെയും പ്രത്യേകം പ്രത്യേകം എടുത്തു പറയുക. ഞാൻ ഇന്നലെയും പറഞ്ഞു, എല്ലാം കൂടി ഒന്നും ചിന്തിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതവുമായിട്ട് ഏതാണോ കൂടുതൽ കണക്റ്റ് ആകുന്നത്, ചക്ഷു ആയിക്കോട്ടെ, സൂര്യനായിക്കോട്ടെ, അല്ലെങ്കിൽ നദികളായിക്കോട്ടെ, ഏതോ ആയിട്ടാണോ എനിക്ക് താതാത്മ്യപ്പെടുത്താൻ സാധിക്കുന്നത്, അത് ഏതെങ്കിലും നിരന്തരം ഉപാസിക്ക വേണം. വ്യാഹൃതി ഉപാസനയൊക്കെ ഓർമ്മിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. നമ്മൾ തൈത്തിരീയ ഉപനിഷത്തിലൊക്കെ പഠിച്ചില്ലേ, വ്യാഹൃതി, അസ്തോ വ്യാഹൃദയ, ആ മന്ത്രങ്ങളൊക്കെ അവിടെയൊക്കെ ഇതുപോലെയായിരുന്നു. ഓരോ ലോകങ്ങൾ കാണുമ്പോഴും അതുപോലെ തന്നെ ഓരോന്നിനെയും കാണുമ്പോൾ ഇവിടെ യാജ്ഞവൽക്യ മഹർഷി അതേ കാര്യം തന്നെ മറ്റൊരു രീതിയിൽ അശ്വത്തിനെ ഉപമിച്ച് പറയുന്നതേ ഉള്ളൂ. അടുത്ത എന്താണ്? 23ാമത്തെ ലക്ഷണം. അത് വളരെ കൗതുകകരമാണ്. അശ്വസ്യ വിജൃംഭതേ. അശ്വം വിജൃംഭണം ചെയ്യുക. വിജൃംഭണം ചെയ്യുക എന്നുള്ളതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് നമ്മൾ യോണിങ് ചെയ്യുന്നത്, മറ്റൊരർത്ഥം സ്തംഭനം എന്നുള്ള അർത്ഥവുമുണ്ട്. ശരീരം നമ്മളിങ്ങനെ സ്തംഭിക്കില്ല, അങ്ങനെ ചെയ്യുക. അതിനെന്താ പറയുക? വിദ്യോധത, മിന്നലിനോട് ഉപമിക്കുകയാണ് യാജ്ഞവൽക്യ മഹർഷി. അല്ലേ, ഭൂമിയിൽ
മിന്നലുണ്ടാകുന്ന മഴക്കാലമാകുമ്പോൾ മിന്നൽ എന്നുള്ള പ്രതിഭാസം ഉണ്ടാകുന്നത് അതും ഭൂമിക്ക് ആവശ്യമാണ്. ആ എനർജിയെ അത് ഭഗവാൻ മിന്നൽ രൂപത്തിൽ പ്രകൃതിക്ക് തരുന്നതാണ്, ഒരു അനുഗ്രഹമാണത്. അത് അശ്വത്തിൻ്റെ അശ്വം വിജൃംഭണം ചെയ്യുമ്പോൾ അത് ഓർക്കൂ. അല്ലെ നമ്മൾ തന്നെ നമ്മൾക്ക് ക്ഷീണം ഉണ്ടാകുമ്പോൾ അവൾ ചെയ്യുന്ന പ്രക്രിയയാണ്. അത് ശരീരത്തിൻ്റെ ഒരു ഘടനയാണ്. അതായത് ഓരോന്നും ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒന്നും ചിന്തിക്കാറേയില്ല. നമ്മൾ കോട്ടുവായ വിടുന്നു, അല്ലെ നമ്മൾ തുമ്മുന്നു, ചുമയ്ക്കുന്നു, ഇതൊന്നും നമ്മൾ അതൊന്നും നടക്കുന്നു ശരീരത്തിൽ. പക്ഷെ അത് ഓരോന്നിനും പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. ഇത് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനത്തെ കഥകൾ. മെഡിക്കലിൽ ചിലവർ തുമ്മൽ തുടങ്ങി നിർത്താനേ പറ്റുന്നില്ല. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഇതറിയാൻ പറ്റുന്നത് അല്ലേ. കോട്ടുവായിട്ട് വായ അടയ്ക്കാൻ പറ്റാണ്ട് അങ്ങനത്തെ കഥകൾ കേട്ടിട്ടില്ലേ നിങ്ങൾ? അപ്പോഴാണ് അയ്യോ അതിൻ്റെ പ്രാധാന്യം അറിയുന്നത് അല്ലേ. ഇവിടെ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. പക്ഷേ അദ്ദേഹം പറയുന്നു നമുക്ക് വിജൃംഭതേ. 24ാമത്തെ ലക്ഷണം എന്താണ്? അശ്വസ്യ വിധൂനതേ. വിധൂനത എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടുണ്ട്, മൃഗങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അത് വിധൂനത എന്ന് വെച്ചാൽ ശരീരം കുടയുക അല്ലേ. അത് നായ ആയിക്കോട്ടെ, പൂച്ച ആയിക്കോട്ടെ, ആന ആയിക്കോട്ടെ, നമ്മൾ കണ്ടിട്ടില്ല ആനയൊക്കെ മണ്ണ് വാരി തുമ്പിക്കൈ കൊണ്ട് മുഴുവൻ ശരീരത്ത് മണ്ണ് വാരി ഇടും. എന്നിട്ട് അവരൊരു കുടച്ചിൽ കുടയും, മണ്ണ് മുഴുവൻ താഴേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ കുതിരയും കാണിക്കുന്ന കാണാം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇങ്ങനെ ഗംഗാജിയുടെ അടുത്തുനിന്ന് ഇവരിങ്ങനെ മണ്ണ് വാരിക്കൊണ്ട് പോകും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ശരീരം മുഴുവനും പാറപ്പൊടിയായിരിക്കും, മണലായിരിക്കും. അതെന്താ അവർ കുടയുന്ന കാണണം. നല്ല ഭംഗിയാണ്, അത് പ്രത്യേക രസമാണ് അത് കാണാൻ. ശരീരത്തിൽ മുഴുവൻ മണലും അല്ലെ പൊടിപടലങ്ങളും അവരത് ദൂരം കളയുകയാണ് ചെയ്യുന്നത്. കണ്ടിട്ടുണ്ടാകും, നായക്കുട്ടിയൊക്കെ ചെയ്യുന്ന കാണാം. അപ്പോൾ അത് കാണുമ്പോൾ എന്താണ് ഓർമ്മ വരേണ്ടത്? സ്നനയതി, ഇടിവെട്ടുന്നത് അല്ലെ. മിന്നലിനോടൊപ്പം നമ്മൾ കാണുന്നില്ല. ഇതൊക്കെ ഭഗവാന്റെ സൃഷ്ടിയാണ്. ഇതൊക്കെ ആവശ്യമാണ് പ്രകൃതിക്ക് അല്ലേ. മിന്നലും ഇടിവെട്ടലും മഴയും ഹേമന്തവും ശിശിരവും എല്ലാം ആവശ്യമാണ്. അത് ഓരോന്നിനെയും പറയുകയാണ്. അടുത്ത എന്താണ്? 25ാമത്തെ ലക്ഷണം അശ്വസ്യ മേഹതി. മേഹതി എന്ന് വെച്ചാൽ മൂത്ര വിസർജനം ചെയ്യും. ഇന്നലെ നമ്മൾ കണ്ടു മല വിസർജനം ചെയ്യുന്നത് അല്ലെ, ശരീരത്തിൽ ദഹിക്കാത്ത ആഹാരം വിസർജനം ചെയ്യുന്ന. അത് അടുത്തത് പറയുന്നു മൂത്രവിസർജനം പറയുന്നു. എല്ലാ ജീവികൾക്കും ആവശ്യമുള്ളതാണ് ഇതെല്ലാം. അത് പറയാം. അതിനെ പോലും പറയുന്നു വർഷതി. ഇത് ഓർക്കാൻ എളുപ്പമാണ്. മൂത്രം പോകുന്ന കാണുമ്പോൾ അതാണ് മഴ പെയ്യുന്നത് പോലെ. വർഷതി, മഴ പെയ്യുന്നതായി. അതും ഭഗവാന്റെ സൃഷ്ടിയാണ് മഴയും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ചാന്തോക്യ ഉപനിഷത്തിൽ പഞ്ചാഗ്നി വിദ്യ. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ജസ്റ്റ് ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. മഴയിലൂടെ, മേഘങ്ങളിലൂടെ ജീവാത്മാവ് മഴയിലെത്തുന്നു, മഴയിൽ നിന്നും ഓഷധികളിലെത്തുന്നു, ഓഷധിയിൽ നിന്നും പിതാവിലെത്തുന്നു, പിതാവ് ആ ഓഷധി ആഹാരം കഴിക്കുമ്പോൾ ആ ജീവൻ പിതാവിലെത്തുന്നു, പിതാവിൽ നിന്നും മാതൃഗർഭത്തിലെത്തുന്നു. പഞ്ചാഗ്നി വിദ്യ നമ്മളൊക്കെ അതിലൂടെയാണ് ഭൂമിയിലെത്തിയതെന്നാണ് ആധ്യാത്മിക ശാസ്ത്രം പറയുന്നത്. മോഡേൺ സയൻസ് പറയുന്നില്ല, ആധ്യാത്മിക ശാസ്ത്രം പറയുന്നത്. അപ്പം നമുക്കത് പ്രാധാന്യമുള്ളതാണ് വർഷതി എന്നത്. അതും ഇവിടെ ഓർക്കാവുന്നതാണ്. കാരണം ചാന്തോക്യം പഠിച്ചതുകൊണ്ട് നമുക്കത് മനനത്തിന് ഇവിടെ ഓർക്കാവുന്നതാണ്. വർഷതി, മൂത്രവിസർജനം ചെയ്യുമ്പോൾ അല്ലെ, നമ്മൾ തന്നെ മൂത്രവിസർജനം ചെയ്യുമ്പോൾ എന്താണ് അല്ലേ, ഞാനും ഇതുപോലെ മഴയിലൂടെയാണ് ഇവിടെ എത്തിയത് എന്നുള്ളത്. അത് ഓരോന്നിലും കൃതാർത്ഥത. അതാണ് ഈ ഉപാസന കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി ഉദ്ദേശിക്കുന്നത്. അടുത്ത എന്താണ്? അവസാനത്തത് അശ്വസ്യ വാഗ്. ഇവിടെ വാഗെന്ന് വെച്ചാൽ നാവ്, രസനേന്ദ്രിയത്തിനെയാണ് പറയുന്നത് കേട്ടോ. അശ്വസ്യ വാഗ്, അത് വാക്കിനോട് ഉപമിക്കാണ്. അവിടെ വാക്കെന്ന് പറഞ്ഞാൽ സർവ്വജീവാത്മാക്കളുടെയും രസനേന്ദ്രിയം. നമുക്ക് ഈ മൂത്രവിസർജനം ചെയ്യാനോ അല്ലെങ്കിൽ എന്ത് വിസർജനം ചെയ്യാനോ ആമാശയത്തിലേക്ക് ആഹരിക്കാനോ എല്ലാം സാധിക്കുന്നത് ഈ രസനേന്ദ്രിയം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അത് ഇല്ലാണ്ടായാൽ നാം ഇല്ല. അതിനെ ഓർക്കൂ. അശ്വത്തിൻ്റെ നാവ് കാണുമ്പോൾ
സർവ്വജീവാത്മാക്കളുടെയും രസനേന്ദ്രിയത്തിനെ ഓർക്കാൻ. സർവ്വജീവാത്മാക്കൾക്കും അന്നപാനാദികളിലൂടെ തൻ്റെ ജീവനെ നിലനിർത്താൻ സാധിക്കുന്നത് രസനേന്ദ്രിയം ഉള്ളതുകൊണ്ടാണ്, അല്ല നാവുള്ളത് കൊണ്ടാണ്. ഇതൊന്നും ഇല്ലാണ്ടായാലോ തീർന്ന കഥ അല്ലേ? നമ്മൾ എത്ര പനിയൊക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ പ്രാധാന്യം ഓർക്കുക. അല്ലെങ്കിൽ കോവിഡ് വന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, കോവിഡ് വന്ന സമയത്ത് രസനേന്ദ്രിയം പ്രവർത്തിക്കുന്നേ ഇല്ല. അപ്പോഴാണ് നമുക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നത് അല്ലേ? എത്ര രുചികരമായ ആഹാരവും എൻ്റെ നാവിന് രുചിയില്ലാണ്ട് വരുമ്പോഴാണ് നാവിൻ്റെ പ്രാധാന്യം നമ്മൾ ഓർക്കുക അല്ലേ? അപ്പോൾ ഓരോ ഇന്ദ്രിയവും രസനേന്ദ്രിയത്തിൽ രസരൂപത്തിൽ ഭഗവാൻ വർത്തിക്കുന്നത് കൊണ്ടാണ് ഓരോന്നിനെയും എനിക്ക് പ്രത്യേകം പ്രത്യേകം രസിക്കാൻ സാധിക്കുന്നു. മധുരത്തിനെ, പുളിയെ, ഉപ്പിനെ, എല്ലാത്തിനെയും നമ്മൾ ഒരുമിച്ചല്ല, പലതായിട്ടല്ലേ നമ്മൾ പറയാറുണ്ട്. ഇച്ചിരി മധുരം കൂടിപ്പോയി, ഉപ്പ് കൂടിപ്പോയി എന്നൊക്കെ. എങ്ങനെ എനിക്കത് പറയാൻ സാധിക്കുന്നു? എൻ്റെ രസനേന്ദ്രിയം അത്ര വ്യക്തമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അപ്പം ഞാൻ കാരണമാണോ? അല്ല, ഭഗവാൻ രസനേന്ദ്രിയത്തിൽ രസരൂപത്തിൽ വർത്തിക്കുന്നത് കൊണ്ട് അല്ലെ? ചൈതന്യം അല്ലേ? അത് രസനേന്ദ്രിയം ജഡമായി പോയാലോ, ചൈതന്യം ഇല്ലാത്തൊരവസ്ഥയായി പോയാലോ എത്ര രുചിയുള്ളതാണേലും സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം പറയാം. അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളുടെയും പറഞ്ഞ് യാജ്ഞവൽക്യ മഹർഷി 26ാമത്തെ ലക്ഷണത്തോടുകൂടി 1ാമത്തെ മന്ത്രം അവസാനിച്ചു. ഇനി നമുക്ക് 2ാമത്തെ മന്ത്രത്തിലേക്ക് പോകാം. ഇതിൻ്റെ തന്നെ തുടർച്ചയാണ് 2ാമത്തെ മന്ത്രം. അധ പ്രഥമോധ്യായം, പ്രഥമ ബ്രാഹ്മണ, അശ്വബ്രാഹ്മണം, ദ്വിതീയ മന്ത്രം. അഹർവാ അശ്വം പുരസ്താദ് മഹിമാ അന്വജായത. ഇങ്ങനെയാണ് വാക്കുകളെ. ഒന്നുകൂടെ പറയാം, അവിടെ ഫുൾ സ്റ്റോപ്പാണ്. അഹർവാ അശ്വം പുരസ്താദ് മഹിമാ അന്വജായത. തസ്യ പൂർവേ സമുദ്രേ യോനിഹി രാത്രി ഏനം പശ്ചാത് മഹിമാ അന്വജായത. ഒന്നുകൂടെ പറയാം. തസ്യ പൂർവേ സമുദ്രേ യോനിഹി രാത്രിഹി, വിസർഗമുണ്ട് അവിടെ, രാത്രിഹി എന്നാണ്. അവിടെ 2 കുത്തിട്ടാൽ മതി. രാത്രിഹി, രാത്രിഹി ഏനം പശ്ചാത്, രാത്രിഹി ഏനം പശ്ചാത് മഹിമാ അന്വജായത. തസ്യാപരെ, തസ്യ അപരെ, തസ്യാപരെ സമുദ്രേ യോനിഹി ഏതൗ വാ അശ്വം മഹിമാ മഹിമാനൗ ഏതോ വാ അശ്വം മഹിമാനോ അഭിതഃ. ആയാണ്, വായല്ല, ഒരുമിച്ച് പറയുമ്പോൾ അഭിതഃ എന്ന് പറയും. 2 വാക്കാണത്. മഹിമാനൗ അഭിതഃ, മഹിമാനൗ അഭിതഃ. സംഭഭൂതുഹു, സംഭഭൂവതുഹു, സംഭഭൂവതുഹു. അവിടെ വരെ ഒന്നുകൂടെ പറയാം. തസ്യാപരേ സമുദ്രേ യോനിഹി ഏതോ വാ അശ്വം മഹിമാനൗ അഭിതഃ സംഭഭൂവതുഹു ഹയോ ഭൂത്വാ ദേവാൻ അവഹത്, ദേവാൻ അവഹത്, ദേവാൻ അവഹത്, ദേവാൻ അവഹത്. ഒരുമിച്ച് പറയുമ്പോൾ അവിടെ സൈലൻ്റ് ആണ്. ദേവാൻ അവഹത് വാജീ ഗന്ധർവാൻ അർവാസുരാൻ അശ്വോ മനുഷ്യാൻ സമുദ്ര ഏവാസ്യ ബന്ധുഹു സമുദ്രോ യോനിഹി. ഒന്നുകൂടെ പറയാം. ഹയോ ഭൂത്വാ ദേവാൻ അവഹത് വാജീ ഗന്ധർവാൻ അർവാസുരാൻ അശ്വോ മനുഷ്യാൻ സമുദ്രേ ഏവാസ്യ ബന്ധുഹു സമുദ്രോ യോനിഹി. ഞാൻ ഒന്ന് ചൊല്ലാം.
കൂടെ ചൊല്ലാൻ സാധിക്കുന്നവർ ശ്രമിക്കുക. അഹർവാ അശ്വം പുരസ്താദ് മഹിമാ അന്വജായത തസ്യ പൂർവേ സമുദ്രേ യോനിഃ രാത്രിഃ ഏനം പശ്ചാദ് മഹിമാ അന്വജായത തസ്യാപരേ സമുദ്രേ യോനിഃ ഏതൗ വാ അശ്വം മഹിമാനൗ അഭിതഃ സംഭഭൂവതുഃ ഹയോ ഭൂത്വാ ദേവാൻ അവഹത് വാജീഗന്ധർവാൻ അർവാസുരാൻ അശ്വോ മനുഷ്യാൻ സമുദ്ര ഏവാസ്യ ബന്ധുഃ സമുദ്രോ യോനിഃ. ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ചൊല്ലേണ്ടത് ഒന്നുകൂടെ ചൊല്ലാം. അഹർവാ അശ്വം പുരസ്താദ് മഹിമാ അന്വജായത തസ്യ പൂർവേ സമുദ്രേ യോനിഃ രാത്രിഃ ഏനം പശ്ചാദ് മഹിമാ അന്വജായത തസ്യാപരേ സമുദ്രേ യോനിഃ ഏതൗ വാ അശ്വം മഹിമാനൗ അഭിതഃ സംഭഭൂവതുഃ ഹയോ ഭൂത്വാ ദേവാനവഹത് വാജീഗന്ധർവാൻ അർവാസുരാൻ അശ്വോ മനുഷ്യാൻ സമുദ്ര ഏവാസ്യ ബന്ധുഃ സമുദ്രോ യോനിഃ. എളുപ്പമാണ്. ഒന്നാമത്തെ മന്ത്രത്തിൽ പറഞ്ഞ അതേ ദൃഷ്ടാന്തം ഇവിടെ തുടരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അശ്വമേധ യാഗം അത് സകാമമായി ചെയ്താൽ എന്ത് ഫലം? സ്വർഗലോക പ്രാപ്തി എന്ന് പറഞ്ഞു. അശ്വമേധ യാഗം ചെയ്യാൻ സാധിക്കാത്തവർ അശ്വത്തിനെ ഈ പറഞ്ഞ 26 ലക്ഷണങ്ങൾ പറഞ്ഞു. അതിലൂടെ ഉപാസന ചെയ്ത നിഷ്കാമമായി എന്ത് ഫലം എന്നും പറഞ്ഞു. ആ ഉപാസനയോട് കൂട്ടിച്ചേർക്കേണ്ട കാര്യം പറയുകയാണ്. അല്ലേ? എല്ലാവരും ഒരുമിച്ചാണ് യാത്രയെന്ന് വിചാരിച്ചുകൊണ്ട് അടുത്തതിലേക്ക് പോവുകയാണ്. ഈ അശ്വത്തിൻ്റെ അപ്പം നമ്മുടെ മനസ്സിൽ ആ അശ്വം ഉണ്ടായിരിക്കണം. യാജ്ഞവൽക്യ മഹർഷി ഗുരുകുലത്തിൻ്റെ ഉമ്മറത്ത് വെച്ചിരിക്കുന്ന അശ്വം അല്ലേ? ആ അശ്വത്തിന് ഈ അശ്വമേധ യാഗം ചെയ്യുമ്പോൾ അശ്വം മാത്രം പോരാ, കുതിര മാത്രം ഉണ്ടായാൽ ആ യാഗമാവില്ല. ഒരുപാട് കാര്യങ്ങൾ അതിനോടൊപ്പം ഉണ്ടെങ്കിൽ മാത്രമേ യാഗം പൂർത്തിയാകൂ. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും യാജ്ഞവൽക്യ മഹർഷി പറയുന്നില്ല. അശ്വമേധ യാഗത്തിൽ അശ്വമാണ് സുപ്രധാനം. അതുകൊണ്ട് അശ്വത്തിൻ്റെ ദൃഷ്ടാന്തം പറഞ്ഞു. അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുകയാണ് കുറച്ച് കാര്യങ്ങളും കൂടെ. അല്ലേ? നിങ്ങൾക്കറിയാം, ഒരു യാഗം അല്ല ഹോമമെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ഹോമകുണ്ഡം ഉണ്ടാകും, ഒരുപാട് ഹവിസ്സുക്കൾ വേണം, ഋദ്ധിക്കുകൾ വേണം, ഒരുപാട് സാമഗ്രികൾ വേണം, ഇത് ചെയ്യുന്ന ആളുകൾ വേണം, മന്ത്രം ഉച്ചരിക്കാൻ ഒരാൾ, പൂജ ചെയ്യാൻ വേറൊരാൾ അല്ലേ, സഹായിയായിട്ട് വേറൊരാൾ, അങ്ങനെ ഒരുപാട് ഋദ്ധിക്കുകൾ ആവശ്യമാണ് അത് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാം കൂടെ പറഞ്ഞ് നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. അശ്വത്തിനെ പറഞ്ഞു, അതോടൊപ്പം കൂട്ടിച്ചേർക്കുകയാണ് മറ്റ് 2 കാര്യങ്ങളും കൂടെ. ഈ അശ്വമേധ യാഗം നടക്കുമ്പോൾ അശ്വത്തിനെ പ്രധാനിയാക്കി നടുക്ക് വെച്ചിട്ട് അതിൻ്റെ മുൻപിലും പിറകിലും ഹോമകുണ്ഡം ഉണ്ടാകും. ഒന്നുകൂടെ പറയാം, അശ്വമേധ യാഗം നടക്കുമ്പോൾ അശ്വമാണ് പ്രധാന എന്താ പറയുക സാമഗ്രി, ആ യാഗത്തിന് വേണ്ട സുപ്രധാന ആള്. അതിൻ്റെ മുൻപിലും പിറകിലുമായിട്ട് ഹോമകുണ്ഡങ്ങൾ ഉണ്ടാകും അല്ലെ? അതിലേക്ക് അർപ്പിച്ചിട്ടാണല്ലോ, അശ്വത്തിനാണല്ലോ ഈ ഹോമങ്ങളെല്ലാം അർപ്പിച്ചിട്ട് അശ്വമാണ് ഇതിനെ സ്വീകരിച്ചിട്ട് ഏത് ദേവതയ്ക്കാണോ നമ്മൾ അർപ്പിക്കുന്നത്. ഇപ്പോൾ സൂര്യദേവത, ഓം സൂര്യായ സ്വാഹ സൂര്യായ ഇധം നമഃ എന്നാണ് സൂര്യദേവതയ്ക്കുള്ള മന്ത്രമെങ്കിൽ നമ്മളത് ഹോമകുണ്ഡത്തിൽ അർപ്പിച്ച് അശ്വമാണ് അത് സ്വീകരിക്കുന്നത്. എന്നിട്ടത് സൂര്യദേവതയ്ക്ക് കൊണ്ടു കൊടുക്കും. ഓ അഗ്നയേ സ്വാഹ ഓ അഗ്നയേ ഇധം നമഃ, അഗ്നിദേവതയ്ക്കുള്ള മന്ത്രം അല്ലേ? അഗ്നിദേവതയ്ക്ക് നമ്മൾ ഹോമകുണ്ഡം അർപ്പിച്ച് അല്ലേ, അതിലേക്ക് ഹവിസ് അർപ്പിച്ച് അത് അശ്വമാണ് സ്വീകരിക്കുക, കുതിരയാണ് അതിനെ സ്വീകരിക്കുന്നത്. നമ്മൾ അർപ്പിക്കുന്ന എല്ലാത്തിനെയും അല്ലേ, ഇപ്പം മൃത്യുഞ്ജയ മന്ത്രമാണെങ്കിൽ നമ്മളത് അർപ്പിച്ച് മൃത്യുഞ്ജയ മന്ത്രമാണ് അർപ്പിക്കുന്നത്, അശ്വമാണ് അത് സ്വീകരിക്കുന്നത്. എന്നിട്ട് മൃത്യുദേവന് കൊണ്ടു കൊടുക്കും. അങ്ങനെ നമ്മൾ എന്തൊക്കെ മന്ത്രങ്ങളാണോ അർപ്പിക്കുന്നത് അതിനെയൊക്കെ സ്വീകരിക്കും. അശ്വമേധ യാഗത്തിൽ അശ്വമാണ് സ്വീകരിക്കുന്നത്.
അല്ലേ? അങ്ങനെ ഓരോന്നിലും ഉണ്ട്. ഇപ്പം അശ്വത്തിനെ മാത്രം ഓർക്കുക. കൂടുതൽ യാഗത്തിൻ്റെ പ്രാധാന്യത്തിലേക്ക് പോകുന്നില്ല യാജ്ഞവൽക്യ മഹർഷി, അതുകൊണ്ട് നമ്മളും അതിലേക്ക് പോകുന്നില്ല. ഇവിടെ മറ്റ് 2 കാര്യങ്ങളോട് കൂട്ടിച്ചേർത്ത് അത് മാത്രം ഓർത്താൽ മതി മനസ്സിൽ. അശ്വം നടുക്ക് നിൽക്കുന്നു, അശ്വത്തിൻ്റെ മുൻപിലായിട്ട് ഒരു ഹോമകുണ്ഡം മനസ്സിൽ ചിന്തിക്കുക, അശ്വത്തിൻ്റെ പുറകിലായിട്ട് മറ്റൊരു ഹോമകുണ്ഡം ചിന്തിക്കുക. ഇനി അതിലേക്ക് ഹവിസർപ്പിക്കുകയാണ്. അതാണ് പറയുന്നത്. അശ്വസ്യ പുരസ്താദ്, മന്ത്രത്തിലേക്ക് നമുക്ക് പോകാം. അശ്വസ്യ പുരസ്താദ് ഇങ്ങനെയാണ് അന്വയിക്കേണ്ടത്. അതായത് അശ്വത്തിൻ്റെ മുന്നിൽ, അശ്വസ്യ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ തൊട്ട് മുമ്പത്തെ മന്ത്രത്തിലും കണ്ടു. അശ്വസ്യ അശ്വത്തിൻ്റെ, പുരസ്താദ് പുരസ്താദ് എന്ന് വെച്ചാൽ മുൻപിൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ വാക്കുകളൊക്കെ. പുരസ്താദ് ബ്രഹ്മ, പശ്ചാത് ബ്രഹ്മ, ദക്ഷിണച്ചോത്തരേണ ഇത്യാദി മന്ത്രങ്ങളിൽ കണ്ടതാണ്. പുരസ്താദ് പുരസ്താദ് എന്ന് വെച്ചാൽ മുൻഭാഗത്ത്. അശ്വസ്യ പുരസ്താദ് എന്ന് വെച്ചാൽ അശ്വത്തിൻ്റെ. അപ്പം മന്ത്രത്തിലേക്കൊന്നും ചിന്തിക്കേണ്ട, ഇത് മാത്രം ഭാവന ചെയ്താൽ മതി. എൻ്റെ മുന്നിൽ നല്ല വെള്ള കളറിൽ നല്ല കേശലോമങ്ങളായിട്ടുള്ള മനോഹരമായ അശ്വം, അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പച്ചയോ മഞ്ഞയോ ഏതെങ്കിലും, അതിൻ്റെ മുന്നിൽ 2 വലിയ ഹോമകുണ്ഡം അറിയാമല്ലോ, ഹോമകുണ്ഡം മുൻപിൽ ഒരെണ്ണം പുറകിൽ ഒരെണ്ണം. അപ്പോൾ ആ മുൻപിലെ കാര്യമാണ് പറയുന്നത്. അപ്പം അത്രയും ചിന്തിച്ചാൽ മതി. അശ്വത്തിൻ്റെ മുൻപിൽ എന്താണ്? അഹർവാ മഹിമാനം അജായത. അതായത് അശ്വത്തിൻ്റെ മുന്നിൽ ഈ മഹിമാനം എന്ന് വെച്ചാൽ ഹോമകുണ്ഡം, പാത്രം എന്നാണ് അർത്ഥം. അതായത് അശ്വത്തിൻ്റെ മുൻപിൽ ഒരു മഹിമാവുണ്ട്. മഹിമാവെന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ അർപ്പിക്കുന്ന ഹവിസുക്കൾ സ്വീകരിക്കുന്ന അഗ്നിയോടുകൂടിയ ഹോമകുണ്ഡം, അതാണ് മഹിമാവ്. ആ മഹിമാവ് ഇരിക്കുകയാണ് എവിടെയാണ്? അശ്വത്തിൻ്റെ മുന്നിൽ, അല്ലേ? ആ ചിന്ത ഉണ്ടല്ലോ അല്ലേ? അശ്വത്തിൻ്റെ മുന്നിൽ എന്താണ്? വലിയൊരു ഹോമകുണ്ഡം. അതിലെന്താണ് ആ ഹോമകുണ്ഡത്തിലേക്ക് അർപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അഹർവ. അഹർവ എന്ന് വെച്ചാൽ സ്വർണ്ണ നിറം എന്നർത്ഥം. സ്വർണ്ണ നിറത്തിലുള്ള ഹോമദ്രവ്യങ്ങൾ അതിലേക്ക് ഇടുകയാണ്. ഇവിടെ സ്വർണ്ണ നിറം എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ കയ്യിൽ സ്വർണ്ണം ഇടണമെന്നല്ല അർത്ഥം. ഇവിടെ സ്വർണ്ണ നിറം കൊണ്ട് അഹർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് സൂര്യവെളിച്ചം. അതായത് ഈ അശ്വത്തിൻ്റെ മുന്നിലൊരു ഹോമകുണ്ഡം ഉണ്ടല്ലോ, ആ ഹോമം ചെയ്യേണ്ടത് സൂര്യവെളിച്ചമുള്ള സമയത്താണെന്ന് ശ്രദ്ധിക്കണേ. ഇതൊന്നും നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്തത് കൊണ്ട് ഇത് കുറച്ചുകൂടെ ഭാവന ചെയ്താലേ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ഒന്നുകൂടെ പറയാം. നമ്മുടെ മുന്നിൽ ഒരു അശ്വമുണ്ട്. നിങ്ങൾ മന്ത്രം വിട്ടേര് ഈ കഥ മാത്രം ഓർക്കുക. നമ്മുടെ മുന്നിൽ ഒരു അശ്വമുണ്ട്, അതിൻ്റെ മുന്നിൽ ഒരു ഹോമകുണ്ഡമുണ്ട്. ആ ഹോമകുണ്ഡത്തിലേക്ക് ഹവിസുക്കൾ അർപ്പിക്കണം. എപ്പോൾ? ആ ഹോമകുണ്ഡത്തിനെ വിളിക്കുന്ന പേരാണ് മഹിമാവ്. ആ ഹോമകുണ്ഡത്തിലേക്ക് നമ്മൾ അശ്വമേധ യാഗം ചെയ്യുമ്പോൾ ഹവിസുക്കൾ അർപ്പിക്കും. എപ്പോഴും? സൂര്യൻ ഉദിച്ചതിന് ശേഷം. അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ചിന്തിച്ചാൽ മാത്രം മതി. എന്താണ്? ഒരു ഹോമകുണ്ഡമുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ്. നിങ്ങൾക്ക് ബോറടിച്ചാലും വേണ്ടില്ല, ഞാൻ വീണ്ടും വീണ്ടും പറയും. കാരണം നമ്മളാരും അശ്വമേധയാഗം കണ്ടവരല്ല. അതുകൊണ്ട് ഇത് ആവർത്തിച്ച് ഭാവന ചെയ്താലേ ഉറയ്ക്കുകയുള്ളൂ. അപ്പോൾ ഒരു ഹോമകുണ്ഡമുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് മഹിമാവെന്നാണ് അശ്വമേധയാഗത്തിലെ ഹോമകുണ്ഡത്തിനെ വിളിക്കുന്ന പേര്. ആ ഹോമകുണ്ഡത്തിലേക്ക് നമ്മൾ ഹവിസുക്കൾ അർപ്പിക്കും. അത് സൂര്യവെളിച്ചത്തിലാണ് അർപ്പിക്കേണ്ടത്. അല്ലേ? ഇത്രേ കാര്യം പറയുന്നുള്ളൂ. അതിനുശേഷം അടുത്തത് അശ്വസ്യ പുരസ്താദ് അഹർവ മഹിമാനം അജായത. അല്ലേ? ആ മഹിമാവ് സ്വർണ്ണ നിറത്തിലുള്ള, സൂര്യവെളിച്ചത്തിൽ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ സ്വർണ്ണ നിറമാണല്ലേ? ആ സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ എന്ത് അതിലേക്ക് അർപ്പിച്ചാലും ആ സൂര്യദേവതയുടെ വെളിച്ചവും കൂടി ചേർന്ന് എന്ത് ഹവിസാണോ നമ്മൾ അർപ്പിക്കുന്നത് അതിനൊക്കെ സ്വർണത്തിന് നിറമാണ്, സൂര്യദേവതയുടെ നിറമായിരിക്കുമെന്ന്. അത്രയും ആ അരുണിമയിൽ, ആ പ്രഭാതത്തിൽ വേണം ഇത് ചെയ്യാൻ. അതിൻ്റെ പ്രാധാന്യം പറയുകയാണ്. അല്ലാണ്ട് 12 മണിക്കല്ല ഹോമം ചെയ്യേണ്ടത്, ആ സമയത്ത് ചെയ്യണം, അല്ല വേണം. അതാണ് അശ്വമേധയാഗം എന്ന് പറയുകയാണ്.
എന്തിനു വേണ്ടി ഇത്രയും പ്രാധാന്യം യാജ്ഞവൽക്യ മഹർഷി പറയുന്നു? അശ്വമേധ യാഗം സകാമമായി ചെയ്യുന്നത് എളുപ്പമേ അല്ല. ഒന്നാമതേ നമ്മൾ അതിന് ചക്രവർത്തിയായി ജനിക്കണം. അല്ലെങ്കിൽ ക്ഷത്രിയനായി ജനിച്ചാലും അയാൾ ചക്രവർത്തി ആകണം. പരിശ്രമിച്ച് രാജ്യങ്ങൾ, നാട്ടുരാജ്യങ്ങൾ മുഴുവൻ കീഴടക്കി അദ്ദേഹം രാജാവ് കഴിഞ്ഞ് ചക്രവർത്തിയായി സിംഹാരോഹിതനായാലേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. യുധിഷ്ഠിരൻ എപ്പോഴാണ് ചെയ്തത് അല്ലേ? ഭഗവാൻ എപ്പോഴാണ് ചെയ്തത്? അപ്പം എളുപ്പമല്ല, സകാമമായി ചെയ്യുക എന്നത് എളുപ്പമല്ല. അതുകൊണ്ട് ഈ സമയത്തിൻ്റെ പ്രാധാന്യം യാജ്ഞവൽക്യ മഹർഷി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ സ്വപ്നത്തിൽ പോലും എനിക്ക് ഒരു യാഗവും ചെയ്ത് സ്വർഗത്തിൽ പോകണ്ട എന്ന് നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ ചെറിയ കാര്യം പോലും പറയുന്നത്. സൂര്യൻ്റെ ആ ബ്രാഹ്മ മുഹൂർത്തത്തിന് അത്ര പ്രാധാന്യമുണ്ട്. അപ്പോൾ വേണം ചെയ്യാൻ. എവിടെ? അശ്വത്തിൻ്റെ മുന്നിൽ. അതിനുശേഷം അശ്വസ്യ യോനിഹി. അടുത്തത് ഒന്നാമത്തെ എന്താണ്? അശ്വത്തിൻ്റെ പുരസ്താദ്, അശ്വത്തിൻ്റെ മുന്നിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് അശ്വസ്യ യോനിഹി. അശ്വത്തിൻ്റെ യോനി, യോനി എന്ന് വെച്ചാൽ എന്താ? ജനനേന്ദ്രിയം. എവിടെയായിരിക്കണം? പൂർവ്വസമുദ്രേ. അതായത് അശ്വമേധ യാഗം നടക്കുന്ന സ്ഥലത്ത് കിഴക്ക് വശം സമുദ്രമായിരിക്കണമെന്ന്. പൂർവ്വം എന്ന് വെച്ചാൽ കിഴക്ക്. വെറുതെ നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് ഒരു യാഗശാല കെട്ടിയൊന്നും അശ്വമേധ യാഗം നടക്കാൻ പറ്റൂല. എവിടെയായിരിക്കണം? അശ്വത്തിനെ നിർത്തുന്ന സ്ഥലത്ത് അശ്വത്തിൻ്റെ ജനനേന്ദ്രിയം എവിടെയായിരിക്കണം? അതായത് അശ്വം നിൽക്കുന്ന ഭാഗം, അശ്വത്തിൻ്റെ ജനനേന്ദ്രിയം നിൽക്കുന്ന ഭാഗത്ത് അതിൻ്റെ പുറകിൽ സമുദ്രമായിരിക്കണം. അതിൻ്റെ പുറകെ കിഴക്ക് വശമായിരിക്കണം. കിഴക്ക് വശം ആലയം മാത്രം പോലെ സമുദ്രമായിരിക്കണം അവിടെ. ഇങ്ങനെയുള്ള സ്ഥലത്തിൻ്റെ പ്രാധാന്യം. എന്തിനു വേണ്ടി സ്ഥലത്തിൻ്റെ പ്രാധാന്യം പറയുന്നു? വീണ്ടും ഇത് എളുപ്പമല്ല ചെയ്യാൻ. അതുകൊണ്ട് സകാമമായ ഒരു ചിന്ത പോലും ഉണ്ടാകരുത്. നമ്മളെ കൊണ്ട് സാധിക്കില്ല ചെയ്യാനുള്ളത്, അത്രയും ദുഷ്കരമാണ്. അതുകൊണ്ട് നിഷ്കാമമായി ചെയ്യൂ. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്താണ്? അശ്വസ്യ യോനിഹി പൂർവേ സമുദ്രേ. അശ്വത്തിൻ്റെ യോനി ഏത് ദിശയിലായിരിക്കണം? കിഴക്ക് ദിശയിലായിരിക്കണം. കിഴക്ക് ദിശയായ പൊര കിഴക്ക് ദിശയിൽ, അവിടെ സമുദ്രമായിരിക്കണം. അവിടെ പുഴയോ മലയോ കല്ലോ കാടോ ഉണ്ടായിട്ട് കാര്യമില്ല. കിഴക്ക് ദിശയായിരിക്കണം, കിഴക്ക് സമുദ്രമായിരിക്കണം. പിന്നെ ഈ അശ്വം നമ്മൾ പറയുന്ന പോലെ കേൾക്കണം. നമ്മൾ കൊണ്ട് അതിനെ സമുദ്രത്തിൻ്റെ ഫ്രണ്ടിൽ നിർത്തി അത് നിൽക്കണമെന്നില്ല. അത് കിടന്ന് വിജൃംഭണം ചെയ്യും അല്ലേ? അത് കിടന്ന് ചാടും. അപ്പോൾ അതിനെ മെരുക്കിയെടുക്കണം. എളുപ്പമല്ല. അത് പറയും. രണ്ടാമത്തത് അശ്വസ്യ യോനിഹി പൂർവേ സമുദ്രം. അവിടെ സമുദ്രമായിരിക്കണം അല്ലേ? അപ്പോൾ അശ്വത്തിൻ്റെ മുന്നിലൊരു യാഗാഗ്നി, പിന്നെ അശ്വത്തിൻ്റെ പിറകിനെ അടുത്തത് പറയുകയാണ്. അശ്വസ്യ പശ്ചാത്. പശ്ചാത് എന്ന് വെച്ചാൽ പിൻഭാഗം. അശ്വത്തിൻ്റെ പിൻഭാഗം എന്തായിരിക്കണം? രാത്രിഹി മഹിമാനം അജായത. അശ്വസ്യ പശ്ചാത് രാത്രിഹി മഹിമാനം അജായത. അതായത് നമ്മൾ അശ്വത്തിനെ കെട്ടിയല്ലോ, അശ്വത്തിൻ്റെ മുൻഭാഗത്ത് ഒരു ഹോമകുണ്ടം. ഇനി അശ്വത്തിൻ്റെ പുറകിലുള്ള ഹോമകുണ്ടം അതാണ് പറയുന്നത്. അശ്വത്തിൻ്റെ പുറകിലൊരു ഹോമകുണ്ടമുണ്ട്. ആ ഹോമം നടത്തേണ്ടത് രാത്രിയിലാണ്. രാത്രിഹി മഹിമാനം എന്ന് വെച്ചാൽ എന്താണ്? ഹോമകുണ്ടത്തിനെ വിളിക്കുന്ന പേരാണ് മഹിമാവ്. ആ മഹിമാവ് എപ്പോഴായിരിക്കണം ആ ഹോമം ചെയ്യേണ്ടത്? രാത്രിയിലായിരിക്കണം. രാത്രിയിൽ എന്തായിരിക്കണം? ചന്ദ്രൻ്റെ സാന്നിധ്യത്തോടെ. ചന്ദ്രദേവ എങ്ങനെയാണോ നമ്മൾ സ്വർണ്ണ നിറം പറഞ്ഞു സൂര്യദേവതയുടെ സാന്നിധ്യം പറഞ്ഞത്, അതുപോലെ തന്നെ അശ്വത്തിനെ പിടിച്ചു കെട്ടിയിട്ട് അതിൻ്റെ പുറകിലുള്ള ഹോമകുണ്ടം, ആ ഹോമം ചെയ്യേണ്ടത് രാത്രിയിലായിരിക്കണം. ചന്ദ്രദേവതയുടെ സാന്നിധ്യം. നമ്മൾ അമാവാസിക്ക് പോയി ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ എല്ലാം ചെയ്യാൻ ഒരുങ്ങി, അശ്വത്തിനെ കിട്ടി, എനിക്ക് ഹൃദിക്ക് എല്ലാം കിട്ടി, പക്ഷെ അന്ന് അമാവാസിയാണെങ്കിലോ കാര്യമില്ല. അപ്പോൾ എന്തായിരിക്കണം പറയണത്? രാത്രിഹി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചന്ദ്രദേവതാ സാന്നിധ്യം. ചന്ദ്രദേവത പൗർണമി ആയിരിക്കണം അല്ലേ? ചന്ദ്രദേവതയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ചന്ദ്രദേവതയായിരിക്കണം ഈ ഹോമം ചെയ്യുമ്പോൾ പ്രത്യക്ഷ ദേവതയായി അവിടെ ഉണ്ടാവേണ്ടത്
എങ്കിലേ എനിക്ക് ഫലം കിട്ടുകയുള്ളൂ. ഇപ്പം എത്ര കഷ്ടപ്പാടാന്ന് നോക്കിയേ ഇത് ചെയ്യാൻ. അശ്വസ്ത്യ ആ സമയത്ത് ഈ പുറകിൽ ഇത് ചെയ്യുമല്ലോ, അശ്വത്തിൻ്റെ പുറകിൽ ഹോമകുണ്ടത്തിൽ ചന്ദ്രദേവതയുടെ സാന്നിധ്യത്തോടു കൂടി അശ്വമേധയാഗം ചെയ്യുമല്ലോ. ആ സമയത്ത് അശ്വസ്യ യോനിഹി അപരേ സമുദ്രേ, പടിഞ്ഞാറ് ഭാഗത്ത് അപരേന്ന് വെച്ചാൽ പടിഞ്ഞാറ് ദിശ. അപ്പോഴെന്തായിരിക്കണം, അശ്വത്തിനെ തിരിച്ചു കെട്ടിയിട്ട് പടിഞ്ഞാറ് ദിശയിലായിരിക്കണം അശ്വത്തിൻ്റെ ജനനേന്ദ്രിയം. അപ്പോൾ കിഴക്ക് ഭാഗത്തും സമുദ്രമായിരിക്കണം രാവിലെ ഹോമം ചെയ്യുമ്പോൾ, വൈകിട്ട് ഹോമം ചെയ്യുമ്പോൾ പടിഞ്ഞാറ് ദിശയിൽ സമുദ്രമായിരിക്കണം. അപ്പോൾ കിഴക്കും പടിഞ്ഞാറും സമുദ്രമുള്ള സാന്നിധ്യമുള്ള സ്ഥലത്ത് വേണം ഞാൻ അശ്വമേധ യാഗാഗ്നി കണ്ടുപിടിക്കേണ്ടത്. എളുപ്പമല്ല. അതിൻ്റെ ആ ഒരു ദുർഘടം യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് പറയുകയാണ് അല്ലേ. മന്ത്രത്തിലേക്ക് കടക്കണ്ട, വെറുതെ ചിന്തിച്ചാൽ മതി അല്ലേ. ഒരു അശ്വം, അതിൻ്റെ മുന്നിൽ ഹോമകുണ്ടം, അത് സൂര്യോദയത്തിനാണ് ചെയ്യേണ്ടത്. ആ സമയത്ത് കിഴക്ക് വശത്ത് സമുദ്രം ഉണ്ടായിരിക്കണം. അതുപോലെ അടുത്ത ഹോമം ചെയ്യേണ്ടത് രാത്രിയിലാണ്. ആ സമയത്ത് പടിഞ്ഞാറ് വശത്ത് സമുദ്രമായിരിക്കണം. ചന്ദ്രദേവതയുടെ സാന്നിധ്യവും ഉണ്ടായിരിക്കണം. അത്രയും പറയുന്നു അല്ലേ. ഇത്രയും വരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോകാം. ഏതോ വാ അശ്വം മഹിമാനോ അഭിദഃ സംഭൂവതുഃ. ഏതോ വാ അശ്വം മഹിമാനോ അഭിദഃ സംഭൂവതുഃ. അതായത് ഏതോ വാ അശ്വം, ഏതോ വാ എന്ന് വെച്ചാൽ ഇവ രണ്ടിലും, ഏത് രണ്ടിലും, രാത്രിയിലും പകലും. അതാണ് ഏതോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പകൽ ഉപയോഗിക്കുന്ന മഹിമാവ്, രാത്രി ഉപയോഗിക്കുന്ന മഹിമാവ്, ഇവർ രണ്ടുപേരും എന്താണ്, അഭിതഃ സംഭൂവതുഃ. ഈ കുതിരയുടെ മുൻഭാഗത്തും നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഒരിക്കൽ കൂടി യാജ്ഞവൽക്യ മഹർഷി പറയുന്നേ ഉള്ളൂ. അതായത് പകൽ ഉപയോഗിക്കുന്ന മഹിമാവിനെ അല്ല രാത്രിയിൽ ഉപയോഗിക്കേണ്ടത്. അതാണ് ഏതോ വാ അശ്വം മഹിമാനൗ. മഹിമാനം എന്ന് വെച്ചാൽ ദിവചനം, മഹിമാക്കളെ. അതായത് പകൽ ഉപയോഗിക്കുന്ന ഹോമകുണ്ടായി, മഹിമാന്ന് വെച്ചാൽ എന്താണ്, ഹോമകുണ്ടം അല്ലേ. പകൽ ഉപയോഗിക്കുന്ന ഹോമകുണ്ടായിരിക്കരുത് രാത്രിയിൽ ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും സംഭൂവതുഃ, രണ്ടും രണ്ടായിരിക്കണം, രണ്ടായിട്ട് ഉണ്ടായതായിരിക്കണം. അതാണ് പറയുന്നത്. എന്തിനു വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് പറയുന്നു? നമ്മൾക്ക് ഒരിക്കൽ പോലും സകാമമായ ചിന്ത ഉണ്ടാകരുത്, എനിക്ക് അശ്വമേധയാഗം ചെയ്ത് സ്വർഗത്തിൽ പോയി സുഖിക്കണം. അതായത് ഇതിൻ്റെ ഈ തുടങ്ങുമ്പോഴേ, ഉപനിഷത്ത് തുടങ്ങുമ്പോഴേ ഒരു ലോകത്തും നമുക്ക് ആത്യന്തികമായ സുഖമില്ല, മോക്ഷം മാത്രമേ ആത്യന്തികമായി ഉള്ളൂ. ഇനിയൊരു ജന്മമില്ലാതിരിക്കണമെങ്കിൽ ഈ ഏടാകൂടങ്ങളിലൊന്നും പോകണ്ട, ബ്രഹ്മവിദ്യ പഠിക്കൂ എന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ അശ്വമേധ യാഗത്തിൻ്റെ ദുർഘടങ്ങൾ യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്. ബാക്കി നമുക്ക് നാളെ പഠിക്കാം. എല്ലാവരുടെയും തല പുകയുന്നുണ്ടാകും. ഇനി അങ്ങോട്ട് എളുപ്പമാണ് കേട്ടോ. നമ്മളുടെ മൈത്രേയും ജനക മഹാരാജാവൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. നമ്മൾ അപ്പോഴാണ് ഉപനിഷത്തിലേക്ക് കടക്കുക, നമ്മൾ ആ ഒരു ട്രാക്കിലാകുന്നത് അപ്പോഴാണ്. അതുവരെ കുറച്ച് ഈ ഉപാസനകൾ കുറച്ച് നമ്മൾക്ക് നമ്മളെ പാകമാക്കാൻ വേണ്ടി യാജ്ഞവൽക്യ മഹർഷി പറയുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഏറ്റവും എൻജോയ് ചെയ്യൂ ജനക മഹാരാജാവ് എത്തിയാൽ. നമുക്ക് അവിടേക്ക് എത്താം. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.